മോഹൻലാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകളെ കുറിച്ച് അറിയാനുള്ള കൗതുകം പ്രേക്ഷകരിൽ ധാരാളമായി ഉണ്ട്. കാരണം മോഹൻലാലിൻ്റെതായി പല സർപ്രൈസുകളും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചില സർപ്രൈസ് കഥാപാത്രങ്ങൾ സിനിമകളിലൂടെ നമുക്ക് തരാൻ പോകുന്നുണ്ട്. അതും ചില ക്യാമിയോ റോളുകളാണെങ്കിൽ പോലും അത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ സർപ്രൈസ് തന്നെയാണ്. ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പേട്രിയോട്ട് എന്ന ചിത്രവും ഇനി അഭിനയിക്കാൻ പോകുന്ന ജയിലർ 2-ഉം പിന്നെ വരാൻ പോകുന്ന ഭബബയും ഒക്കെ ഈ അടുത്തിടയ്ക്ക് നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ്. മോഹൻലാൽ ഇപ്പോൾ പേട്രിയോട്ട് എന്ന ചിത്രത്തിൽ നിന്നും അഭിനയിച്ച് കഴിഞ്ഞ ദിവസം ചെന്നൈയിലേക്ക് പോയതായി വിവരങ്ങൾ വന്നു. ജയിലർ 2-വിൽ അഭിനയിക്കാനാണ് ചെന്നൈയിലേക്ക് മോഹൻലാൽ പോയിരിക്കുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നെങ്കിലും ജയിലർ 2-വിൽ മോഹൻലാൽ അഭിനയിക്കാൻ കയറിയോ എന്നത് ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ മോഹൻലാൽ ചെന്നൈയിലെത്തിയ ചിത്രങ്ങളും അവിടെ മോഹൻലാലിന് ചെന്നൈയിൽ സ്വീകരണമൊക്കെ നടന്ന വീഡിയോകളും ഒക്കെ പുറത്തു വന്നിരുന്നു. ജയിലർ 2-വിലേക്ക് എത്തിയോ എന്നത് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോഴാണ് പേട്രിയോട്ട് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള സർപ്രൈസ് വീഡിയോ നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. MMN എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തെയാണ് പേട്രിയോട്ട് എന്ന് മോഹൻലാൽ അടക്കം വിശേഷിപ്പിച്ചത്. പേട്രിയോട്ട് ഇപ്പോൾ കൊച്ചിയിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. മോഹൻലാലും ഈ ചിത്രത്തിന്റെ ഭാഗമാണ് എന്നതാണ് കൗതുകം. ഒരു ചെറിയ ഷെഡ്യൂളാണ് മോഹൻലാലിനുള്ളത്. കാരണം മോഹൻലാൽ ഇവിടെ ചെയ്യുന്നത് ആക്ഷൻ സീക്വൻസുകളാണ്. ഇപ്പോൾ അവിടെ ഫിലിമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. മോഹൻലാൽ ഈ ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്യുന്നതും മോഹൻലാലിന് വേണ്ടി ഗംഭീര ആക്ഷൻ സീക്വൻസ് ഒരുക്കുന്നതുമായ വീഡിയോ ആണ് അവർ പുറത്തുവിട്ടത്. ഒരു ഗംഭീര ലൊക്കേഷനും അവിടെ ഗംഭീരമായ ഒരു മോഹൻലാൽ സീക്വൻസും ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അണിയറ പ്രവർത്തകർ. സ്റ്റണ്ട് സിൽവയാണ് മോഹൻലാലിന് വേണ്ടി സ്റ്റണ്ട് ഒരുക്കുന്നത്. ഒരു റീയൂണിയൻ തന്നെ സ്റ്റണ്ട് സിൽവയുമായി മോഹൻലാൽ നടത്തുകയാണ്. എമ്പുരാനും തുടരും എന്നീ 2 ഗംഭീര ചിത്രങ്ങളുടെ ആക്ഷന് ശേഷം മോഹൻലാൽ സ്റ്റണ്ട് സിൽവയുമായി എത്തുന്നത് പേട്രിയോട്ട് എന്ന ചിത്രത്തിലാണ്. അപ്പോൾ പ്രതീക്ഷിക്കാമല്ലോ ഗംഭീര ആക്ഷൻ ഉണ്ടാകുമെന്ന്. നേരത്തെയും ആക്ഷൻ സീക്വൻസുകൾ മോഹൻലാലുമായി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഏതാണ്ട് 3ഓളം ആക്ഷൻ സീക്വൻസുകൾ മോഹൻലാലിന്റേതായി ഈ ചിത്രത്തിൽ ഉണ്ടെന്നും അതിലൊരെണ്ണം മമ്മൂട്ടിയും മോഹൻലാലും ചേർന്നുള്ളതാണെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. എങ്ങനെയാകും ഇത് മഹേഷ് നാരായണൻ ഒരുക്കുക എന്നത് വളരെ കൗതുകത്തോടെയാണ് പ്രേക്ഷകർ നോക്കിക്കാണുന്നത്. ഇപ്പോൾ പേട്രിയോട്ടിന്റെ ആക്ഷൻ സീക്വൻസുകളുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കറണ്ട് പ്ലാനുകൾ അനുസരിച്ച് ഒരു 3 ദിവസത്തെ പേട്രിയോട്ട് ഷൂട്ട് കഴിഞ്ഞ് മോഹൻലാൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഭബബ എന്ന ചിത്രത്തിലേക്കായിരിക്കും എന്നാണ്. അവിടെ ഒരു ചെറിയൊരു ഷൂട്ടിംഗ് പ്ലാനിലേക്കാണ് മോഹൻലാൽ എത്താൻ പോകുന്നത്. അതും വെറും 2 ദിവസത്തേക്കുള്ള ഷൂട്ടിംഗിലേക്കാണ് ഭബബയിൽ മോഹൻലാൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അത് പാലക്കാടോ കൊച്ചിയിലോ ആയിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രാക്കർമാർ പറഞ്ഞുകൊണ്ടെത്തിയിരുന്നു. അപ്പോൾ മോഹൻലാൽ 3 ചിത്രങ്ങളിലും വളരെ ബിസി ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയിലർ 2-ലുമുണ്ട്, ഭബബയിലുമുണ്ട്, പേട്രിയോട്ടിലുമുണ്ട്. ഈ 3 ചിത്രങ്ങളും ക്യാമിയോയിൽ എത്തുന്ന മോഹൻലാലിന്റെ ചിത്രങ്ങളുമാണ്. ഇതൊക്കെ വേഗം തീർക്കാനുള്ള പരിപാടിയിൽ തന്നെയാണ് മോഹൻലാൽ ഉള്ളത്. കാരണം മോഹൻലാലിന്റെ വലിയ സിനിമകൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ്യം 3ലേക്ക് മോഹൻലാലിന് ഉടനെ തന്നെ കടക്കേണ്ടതുണ്ട്. അതിന്റെ ഷൂട്ടിംഗ് ഒക്ടോബറിൽ തുടങ്ങും എന്ന കാര്യങ്ങൾ നേരത്തെ അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ഷൂട്ടിംഗിലേക്ക് മോഹൻലാൽ കടക്കാൻ പോവുകയാണ്. അതിന്റെ പ്രമോകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അണിയറയിൽ. മോഹൻലാൽ വലിയ ബിസി ഷെഡ്യൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ മോഹൻലാലിന്റേതായി പല ചിത്രങ്ങളുടെ റിലീസുകൾ വരുന്നുണ്ട്. അതിന്റെ പ്രൊമോഷൻ വർക്കുകൾ, ഒപ്പം തന്നെ ദൃശ്യം 3 കഴിഞ്ഞാൽ അടുത്ത ചിത്രത്തിലേക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യും. അങ്ങനെ ബിസി ഷെഡ്യൂളുകൾ നീളുന്നു. ഇപ്പോഴത്തെ കറണ്ട് പ്ലാനുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തന്നുകൊണ്ട് നമ്മളെ അതിശയപ്പെടുത്തിയിരിക്കുകയാണ് ട്രാക്കർമാരും. എന്തായാലും മോഹൻലാലിന്റെ ഗംഭീരമായ ആക്ഷൻ നമുക്ക് പേട്രിയോട്ടിൽ കാണാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് അവർ പങ്കുവച്ചത്. സ്റ്റണ്ട് സിൽവയും മോഹൻലാലും ഒന്നിക്കുന്ന നിരവധി ചിത്രങ്ങളാണ് അടുത്തിടെ കണ്ടത്. ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലും സ്റ്റണ്ട് സിൽവയും മോഹൻലാലും ഒന്നിച്ചിരുന്നു. അതിൽ വലിയ ആക്ഷനൊന്നും ഇല്ലെങ്കിലും അതിലും ഇവർ ഒന്നിക്കുകയുണ്ടായി.